أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1676 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണെന്ന്. ചർച്ചക്കാരം കുറയ്ക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തോടെ നമ്മൾ 54 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ ഫുസ്സിലത്തിന്റെ പഠനം പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് നമ്മൾ പതിവ് പോലെയുള്ള ചോദ്യങ്ങൾ ഈ സൂറത്തുമായിട്ട് ബന്ധമുള്ളതും ചിലതൊക്കെ പൊതുവായ സ്വഭാവത്തിലുള്ളതുമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നും ഒരുപക്ഷെ നാളെയും ഈ ഒരു പ്രക്രിയയിൽ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ന് സൂറത്ത് ഫുസ്സിലത്തിലെ 9-10 ആയത്തുകളിൽ പറഞ്ഞ കാര്യം, പ്രപഞ്ചോൽപത്തി 8 ദിവസങ്ങൾ കൊണ്ട് പ്രപഞ്ചവും 6 അല്ലെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് അതിലെ സകല കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ട സംഗതി ഈ ആയത്തുകളിലായിട്ട് സൂചിപ്പിക്കപ്പെട്ടുവല്ലോ. ഇത് സൂറത്ത് യാസീനിൽ പറഞ്ഞിരിക്കുന്ന, സൂറത്ത് യാസീനിലെ ഒരായത്തിൽ പറയുന്ന പോലെ കുൻ ഫയകൂൻ എന്ന സൃഷ്ടി പ്രക്രിയയുടെ രീതി, അതിൽ സൂചിപ്പിക്കപ്പെട്ട കാര്യവുമായി ഒരു വൈരുദ്ധ്യമല്ലേ? കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാവുകയില്ലേ? പിന്നെ എന്തിനാണ് ഈ 6 ദിവസങ്ങളിലെ 8 ദിവസങ്ങളൊക്കെ വേണ്ടി വരുന്നത് എന്നതാണ് ചോദ്യം. അപ്പോ സൂറത്ത് ഫുസ്സിലത്തിലെ ഇവിടെ പരാമർശിക്കപ്പെട്ട 9-10 ആയത്തുകളിൽ പറയുന്ന കാര്യം, അവിടെ ഖുൽ ഇന്നകും ലതക്ഫുറൂന ബില്ലദി ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദൻ ദാലിക റബ്ബുൽ ആലമീൻ. ഇങ്ങനെയാണ് സൂറത്ത് ഫുസ്സിലത്തിലെ 9-ാമത്തെ ആയത്ത്.
2 ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നിഷേധിക്കുകയാണ്, അള്ളാഹുവിനെ നിഷേധിക്കുകയാണ്. എന്നിട്ട് അവന് തുല്യന്മാരും അതുപോലെ സമന്മാരും ഒക്കെ ആയിട്ട് ചിലരെ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചവനായ റബ്ബുണ്ടല്ലോ, അവനാണ് ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് വജഅല ഫീഹ റവാസിയ മിൻ ഫൗഖിഹ വബാറക ഫീഹ വഖദ്ദറ ഫീഹ ഖുവതഹ ഫീ 4 അയ്യാം. ഭൂമിയുടെ ഉപരിതലത്തില് പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും അവയുടെ മേൽ വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം പരാമർശിച്ചുകൊണ്ട് 4 ദിവസം അവയ്ക്ക് അള്ളാഹു എടുത്ത കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സവാഅൻ ലിസ്സാഇലീൻ, എല്ലാ ആവശ്യക്കാർക്കും വേണ്ടതൊക്കെയും ഒരുക്കിക്കൊണ്ട് ഭൂമിയെ ആ വിധത്തിൽ സജ്ജീകരിച്ചതിന് 4 ദിവസങ്ങളിലായിട്ടാണ് അത് സജ്ജീകരിച്ചത്. തുടർന്ന് പിന്നെ 11-ാമത്തെ ആയത്തിലും ആകാശത്തെ സംവിധാനിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് സൂറത്ത് യാസീനിൽ പറയുന്ന ഒരു കാര്യവുമായിട്ട് വൈരുദ്ധ്യമല്ലേ എന്നതാണ് ചോദ്യം. സൂറത്ത് യാസീനില് 82-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. നിശ്ചയമായിട്ടും ഇന്നമാ അംറുഹു, അവന്റെ കാര്യം ഇങ്ങനെയാണ്, അവനൊരു സംഗതി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് കുൻ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ, അപ്പോ അത് ഉണ്ടായി വരും, അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമാകും, അത് നടപ്പിൽ വരും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് യാസീനിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒരു 7-8 സന്ദർഭങ്ങളിലായിട്ട് ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ 117-ാമത്തെ ആയത്തിലും ആലി ഇമ്രാനില് 47-ാമത്തെ ആയത്തിലും അതുപോലെ 59-ാമത്തെ ആയത്തിലും അതുപോലെ സൂറത്തുൽ അൻആമിൽ 73-ാമത്തെ ആയത്തിലും അതുപോലെ സൂറത്തുൽ നഹ്ലില് 40-ാമത്തെ ആയത്തില് സൂറത്ത് മറിയമില് 35-ാമത്തെ ആയത്തില് ഇവിടെ പരാമർശിക്കപ്പെട്ട സൂറത്ത് യാസീനില് 82-ാമത്തെ ആയത്തില് സൂറത്ത് ഗാഫിറില് 68-ാമത്തെ ആയത്തിലൊക്കെ അള്ളാഹു ഈ സൃഷ്ടി പ്രക്രിയ കുൻ ഫയകൂൻ എന്ന വിധത്തില് പരാമർശിക്കുന്നുണ്ട്. അത് ഇവിടെ 6 അല്ലെങ്കിൽ 8 ദിവസങ്ങൾ എടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കാര്യം സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, അതുമായി വൈരുദ്ധ്യമല്ലേ എന്നതാണ് ചോദ്യം. അതില് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ധാരണ പിശക് മാത്രമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു ഒരു സംഗതിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് ആകെ ഇങ്ങനെ ചെയ്യേണ്ടതേ ഉള്ളൂ, കുൻ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ, ഫയക്കൂൻ, അത് സംഭവിച്ചിരിക്കും. ഇതാണ് പറയുന്നത്. ഇതില് പറയുന്ന ഒന്ന് വിശദമായിട്ടൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ, ഇതാണ് സൂറത്ത് യാസീനിൽ പറയുന്നത്, അൻ യഖൂല, അത്രേ വേണ്ടതുള്ളൂ, അവനിങ്ങനെ പറയുകയേ വേണ്ടതുള്ളൂ, അത് ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് കുൻ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ, ഫയക്കൂൻ, അത് നിലവിൽ വരും, അത് നടപ്പിലാകും, അല്ലെങ്കിൽ അത് സംഭവിക്കും. ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടി പ്രക്രിയയുടെ വളരെ ലളിതമായ ഒരു തലം. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ഭാരിച്ച സംഗതിയല്ല സൃഷ്ടി പ്രക്രിയ എന്നത്. അവന് വളരെ സ്വാഭാവികമായ, വളരെ എളുപ്പമായ, വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. അപ്പോ സൃഷ്ടിക്കപ്പെടുന്നത് അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഉണ്ടാകുമെന്നല്ല ഇവിടെ പറയുന്നത്. പിന്നെ 6 അല്ലെങ്കിൽ 8 ദിവസങ്ങളൊക്കെ എടുത്തു എന്ന് പറയുന്നത് അതുമായി വൈരുദ്ധ്യമല്ല എന്നതാണല്ലോ ചോദ്യം. ഇവിടെ സൂറത്ത് യാസീനിലും അതുപോലെ വിശുദ്ധ ഖുർആനിലും വേറെയും 7 സ്ഥലങ്ങളിലും പരാമർശിക്കുന്ന ഈ കുൻ ഫയക്കൂൻ എന്താണ്? അള്ളാഹു സ്രട്ടാവു എന്ന നിലക്ക് അവന്റെ ഇച്ഛയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടിപ്പ് സംബന്ധമായ അവന്റെ ഇച്ഛ, അതിനാണ് മശീഅത്ത് എന്ന് പറയാം. അപ്പോ ഇദാ അറാദ ശൈഅൻ, അവനൊരു സംഗതി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവന് ഒരു മശീഅത്ത് ഉണ്ടാവുകയാണ്, ഒരു സംഗതി സൃഷ്ടിക്കണം എന്ന ഒരു ഉദ്ദേശ്യം ഉണ്ടാവുകയാണ്.
മഷീഅത്തിന് വേറൊരു വാക്ക് ഇറാദത്താണ്. അതാണ് സൂറത്ത് യാസീനിലെ ഈ ആയത്തിൽ 82-ാമത്തെ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. വേറെ ചിലയിടത്ത് ഇദാ ഷാ എന്ന ഇത് ഉപയോഗിച്ചേ കാണാം. അപ്പോ മഷീഅത്താണ് വിഷയം. ഈ മഷീഅത്ത് എന്താണ് എന്നത് നമ്മളോട് അള്ളാഹു ഇവിടെ ഒന്നും വെളിപ്പെടുത്തി തന്നിട്ടില്ല. അവനൊരു സംഗതി ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നതില് എന്താണോ അവൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് എന്നത് മാത്രമല്ലല്ലോ അടങ്ങിയിട്ടുള്ളത്. അത് ഏത് വിധത്തില്, എത്ര ഘട്ടങ്ങളിലായി, എത്ര ഡ്യൂറേഷൻ എടുത്തുകൊണ്ട്, എത്ര സമയം എടുത്തുകൊണ്ട്, എന്തൊക്കെ അനന്തരഫലങ്ങൾ ഉള്ള വിധത്തിൽ, എന്തൊക്കെ പ്രയോജനങ്ങൾ ഉള്ള വിധത്തിൽ, എന്തൊക്കെ സ്വഭാവപരമായ അല്ലെങ്കിൽ രൂപപരമായ ഗുണപരമായ പ്രത്യേകതകളുള്ള വിധത്തിൽ സൃഷ്ടിക്കണം എന്നതാണ് അവന്റെ മഷീഅത്ത്. അതാണ് സംഗതി. അപ്പൊ മഷീഅത്ത് എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചത് എന്താണ് അതുപോലെയാണ് അത് ഉണ്ടാവേണ്ടത്. അപ്പോ ഭൂമിയെയും ആകാശങ്ങളെയും പ്രപഞ്ച സാകല്യത്തെയൊക്കെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചത് ഏത് വിധത്തില്, എത്ര സമയം എടുത്തുകൊണ്ട്, എങ്ങനെ, എന്തെല്ലാം പ്രത്യേകതകളുള്ള വിധത്തില് എന്നതൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ മഷീഅത്താണത്. അള്ളാഹുവിന്റെ മഷീഅത്ത് മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അത് നടപ്പിലാവുകയും ചെയ്യും. ഭൂമിയുടെ കാര്യത്തിൽ ഈ രണ്ടായത്തുകൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വളരെ വ്യക്തമായിട്ടും, ഭൂമി ഇപ്പോ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഏത് വിധത്തിലാണോ ആ വിധത്തിൽ സൃഷ്ടിക്കപ്പെടണം എന്നതായിരുന്നു അവന്റെ മഷീഅത്ത്. ആ മഷീഅത്താണല്ലോ നടപ്പിലാവേണ്ടത്. അവൻ ഉടനെ ഉണ്ടാവണം. ഈ ഖുൻ എന്ന് ഉച്ചരിക്കപ്പെടുന്നതോടെ അത് കൺമുന്നില് പ്രത്യക്ഷപ്പെടണം എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക. അതല്ല, അവൻ ചില ഘട്ടങ്ങളിലായി നിർവഹിക്കപ്പെടണം എന്നാണ് അവന്റെ മഷീഅത്തിലുള്ളതെങ്കിൽ ആ വിധത്തിലാണ് ഉണ്ടാവുക. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിന്റെ കാര്യത്തില് അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ സന്തതി ഉണ്ടാവുമല്ലോ. അത് പക്ഷെ 10 മാസം എടുത്തുകൊണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 10 മാസ സമയം എടുത്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കുഞ്ഞ് രൂപപ്പെട്ടു വരുന്നത്. എന്നിട്ട് ഒരു മനുഷ്യ ശിശുവായി പുറത്തു വരുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അള്ളാഹു കുൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ കുഞ്ഞുണ്ടാവുന്നത്. 4 മാസം പിന്നിടുമ്പോഴാണ് അതിന് ജീവന്റെ തുടിപ്പുണ്ടാവുന്നത്. വളർച്ച ഉണ്ടെങ്കിലും ജീവൻ രൂപപ്പെട്ടു വരുന്നത്, ഒരു ആത്മാവുള്ള ഒരു വ്യക്തിയായിട്ട് രൂപപ്പെട്ടു വരുന്നത് ഗർഭസ്ഥ ശിശു ഏകദേശം 4 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ്. പിന്നീട് പല സ്റ്റേജസിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ആ കുഞ്ഞ് ഭൂമുഖത്ത് ഒരു മനുഷ്യ ശിശുവായിട്ട് എത്തുന്നത്. അപ്പൊ കുൻ എന്ന് പറയുന്നതോടെ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നില്ല. അള്ളാഹു അതിനൊരു സമയം ക്രമവും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേ സംഗതി അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും ബാധകമാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഷീഅത്ത് എന്താണോ അതനുസരിച്ചാണ് നടക്കുക. അതാണല്ലോ സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ. അവനൊരു കാര്യത്തിൽ ഇറാദത്തുണ്ടായി, അല്ലെങ്കിൽ അവനൊരു കാര്യം ഉദ്ദേശിച്ചു എങ്കിൽ അതിനോട് കുൻ, ആ വിഷയത്തില് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു കുൻ എന്ന് പറയുകയേ വേണ്ടു, ഫയക്കൂൻ, അതുണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ മഷീഅത്ത് എന്താണ് ഈ വിഷയത്തില്, അതാണ് നടപ്പിലാവുക. അല്ലാതെ നമ്മൾ കരുതിയ പോലെ കുൻ എന്ന് പറഞ്ഞ് വായെടുക്കുമ്പോഴേക്ക് അത് ഉണ്ടായി എന്നല്ല. അതിനേക്കാൾ വേഗതയിൽ ഉണ്ടാവാനും കഴിയും. ഇത് രണ്ടും ഒരേ പ്രക്രിയയിൽ കുൻ എന്ന ശബ്ദം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാവലും അത് നടപ്പിലാകലും ഒരേ സമയത്ത് നടക്കുന്നതിനും പ്രയാസമില്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതും സാധ്യമാണ്. അള്ളാഹുവിന്റെ കുൻ എന്ന ആ പ്രഖ്യാപനം ഉണ്ടാകുന്ന മുറക്ക് തന്നെ അത് നിലവിൽ വന്നിട്ടുണ്ടാവും എന്നതിനും തടസ്സമൊന്നുമില്ല. അള്ളാഹു അതാണ് മഷീഅത്ത് ചെയ്തതെങ്കിൽ, അതാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിൽ. അപ്പൊ അള്ളാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, എത്ര സമയം കൊണ്ട് അത് നിലവിൽ വരണമെന്നാണോ മഷീഅത്ത് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചാണ് അത് ഉണ്ടാവുക. പെട്ടെന്ന് ഉടനടി ഉണ്ടാവാനാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ഉണ്ടാവും.
അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് ഒരു പല സമയഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് പ്രപഞ്ചം രൂപപ്പെട്ടു വരാനാണെങ്കിൽ അള്ളാഹുവിന്റെ ആ ഉദ്ദേശ്യം പ്രകാരമാണ് അത് നടപ്പിലാവുക. അത് തമ്മില് വിശുദ്ധ ഖുർആനിലെ ഈ ആയാത്തുകൾ തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. ഭാഷാപരമായി തന്നെ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. ഇൻ അറാദ എന്നൊരു പ്രയോഗം, ഇൻ അറാദ ഷൈഅൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ, അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശ്യമാണ് പ്രധാനം, ഇറാദത്താണ്. എങ്ങനെയാണ് അവൻ ഉദ്ദേശിച്ചത്, എന്തെല്ലാം പ്രത്യേകതകളുള്ള വിധത്തിലാണ്. ഇതിലൊന്നും നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കാണുന്നില്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പില് അള്ളാഹുവിന്റെ മശീഅത്തില് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോ ആ സൃഷ്ടിപ്പ് എങ്ങനെയാവണം എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രമുണ്ട്. ആ ചിത്രമാണ്, ആ പ്രക്രിയയിലൂടെയാണ്, അത്രയും സമയം എടുത്തുകൊണ്ടാണ്, ആ വക പ്രത്യേകതകൾ ഉള്ള വിധത്തിലാണ് അള്ളാഹു നിശ്ചയിച്ച എത്ര കാലമാണോ അത്രയും കാലം ജീവിക്കാൻ വേണ്ട സജ്ജീകരണത്തോടു കൂടിയാണ് അത് നടപ്പിലാവുന്നത്. ഇതാണ് ഈ പറഞ്ഞ കാര്യത്തിന്റെ സൂചന. കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുക. മറ്റൊരു കാര്യത്തിലേക്ക് നീങ്ങിയാൽ, ഒരു ജീവിയും വസ്തുവും ദൈവമാകുമ്പോൾ ദൈവം പരിമിതികളിലാകും എന്നത് ചിന്തക്ക് വിധേയമാകുമ്പോൾ സത്യമല്ലാതുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിപ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി, അതിനെ ദൈവമായി കാണുകയാണെങ്കിൽ ആ വസ്തുവിന്റെയും ആ ജീവിയുടെയും ഒക്കെ പരിമിതികൾ ഉള്ളവനായി മാറുമല്ലോ ദൈവം. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഒരു വസ്തുവോ ഒരു ജീവിയോ ദൈവമായിക്കൂടാ എന്നത് ഒരാൾക്ക് യുക്തി കൊണ്ട് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മനുഷ്യരുടെ ശരിയായ ബോധവും അതുകൊണ്ട് തന്നെ ബോധ്യമാവുന്നതല്ലേ എന്നതാണ്. തീർച്ചയായിട്ടും ഇത് സ്വാഭാവിക യുക്തി എന്ന നിലക്ക് മനുഷ്യനും ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഏത് സൃഷ്ടിയാണെങ്കിലും അത് ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും അതിൻ്റെതായ പ്രത്യേകതകളും ഗുണങ്ങളും കഴിവുകളും സാധ്യതകളും ഒക്കെ അതിനുണ്ട്. അതേപോലെ അതിൻ്റെതായ പരിമിതികളും അതിനുണ്ട്. എന്നാൽ ദൈവം അപരിമേയനാണ്, പരിമിതികൾ ഇല്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ പരിമിതികൾ ഉള്ള ഒരു പ്രതിഭാസത്തില് ദൈവത്തെ തളച്ചിടുക സാധ്യമല്ല. ആരെങ്കിലും ഒരു വസ്തുവിനെ ദൈവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവിയെ ദൈവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അയാൾക്ക് ദൈവം എന്ന സംഗതി എന്താണ് എന്നത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് അത് നൽകുന്ന സൂചന. ഏത് വസ്തുവിനും അതിൻ്റെതായ പരിമിതി ഉണ്ടാവും, ഏത് ജീവിക്കും ഉണ്ടാവും. പക്ഷെ അങ്ങനെ പരിമിതികൾ ഉള്ളവനല്ല ദൈവം. അതുകൊണ്ട് തന്നെ ഒരു ജീവിയെ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണിച്ചുകൊണ്ടോ അത് ദൈവമാണ് എന്ന് പറയാൻ സാധ്യമല്ല. അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാം. കാരണം ആ പരിമിതികൾ ഉണ്ടാവേണ്ട വിധത്തിലാണ്, ഉള്ള വിധത്തിലാണ്, അത്തരം പരിമിതികൾ നിലനിൽക്കണം എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ദൈവം അതിനെ സൃഷ്ടിച്ചത് എന്നതിനാൽ ആ പരിമിതികൾ അതിനുണ്ടാകും. പക്ഷെ അതൊരിക്കലും ദൈവമാവുന്നില്ല, ദൈവത്തിന്റെ സൃഷ്ടികളെ ആകുന്നുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊരു സംഗതി, ഈ ഫിലോസഫിയിലെ അന്ധത, ഫിലോസോഫിക്കൽ ബ്ലൈൻഡ്നെസ്, ഇത് കൃത്യമായ നിർവചനം സാധ്യമല്ലാതെ തെളിവുകളും യുക്തിപരമായ വിശദീകരണങ്ങളും സ്വയം വൈരുദ്ധ്യങ്ങളും ഉണ്ടായിട്ടും അവയെ കാണാൻ അംഗീകരിക്കാൻ മനസ്സ് വിസമ്മതിക്കുന്ന അവസ്ഥയെയാണ് ഫിലോസഫിയിലെ അന്ധത എന്ന് പറയുന്നത് എന്നാണ്. അത് അവിടെ നടക്കുന്ന നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന പ്രതികരണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു സംഗതിയാണ്. ഫിലോസോഫിക്കൽ ബ്ലൈൻഡ്നെസ് എന്നൊരു പ്രതിഭാസം തത്വശാസ്ത്രത്തിൽ അല്ലെങ്കിൽ തത്വചിന്തയില് പരാമർശിക്കപ്പെടുന്ന കാണാം. യുക്തിപരമായി, ബുദ്ധിപരമായി, ദൈക്ഷണികമായി ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതിനാവശ്യമായ സകല തെളിവുകളും ആയിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ചില സംഗതികൾ കാണാൻ കഴിയില്ല. നമ്മളോട് നമ്മുടെ എതിർപക്ഷത്തുള്ള ആള് ചില കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ടാവും, അതിന്റെ യുക്തി തലങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ ഒരു തരം ചിന്താപരമായ ബ്ലൈൻഡ്നെസ് ആണ്, അന്ധതയാണ്.
ഇപ്പോ ഈ ഡ്രൈവിങ്ങിൽ പറയാറുണ്ട്, നമ്മള് ഫ്രണ്ട് വ്യൂ ശരിക്ക് കിട്ടുമ്പോ തന്നെ ആ വണ്ടിയുടെ ഒരു ആംഗിളില് ഒരു വശം ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അത് അവിടെ ഒന്നുമില്ല എന്നുള്ള ഒരു ധാരണയിൽ ഡ്രൈവർ വണ്ടി മുന്നോട്ട് എടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടല്ല, അവിടെ അപകടകരമായ യാതൊരു സാഹചര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഡ്രൈവിങ്ങിൽ അത് ഒരു വെല്ലുവിളിയായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേക രണ്ട് വശത്തും ഒരു പ്രത്യേക ആംഗിളില് ഒരു ഭാഗം മനുഷ്യന് കാണാത്ത ഒരു ഇടം ഉണ്ടാവും. അതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം. ഇതേപോലെ ഈ ഫിലോസഫിയിലും ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അത് മനസ്സിന്റെ ഒരു സന്നദ്ധതയില്ലായ്കയിൽ നിന്നുണ്ടാവുന്നതാണ്. അത് കൂടുതലും മനഃശാസ്ത്രപരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആനെ പരാമർശിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഹുദൻ ലിൽ മുത്തഖീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ സത്യസന്ധതയുള്ളവർക്കുള്ള മാർഗദർശനമാണ് എന്നാണ്. ആ സത്യസന്ധത ഉള്ളിൽ നിന്നൊരു തേട്ടമായിട്ട് വരുമ്പോഴാണ് നമുക്ക് സന്മാർഗം ഉൾക്കൊള്ളാൻ സാധിക്കുക. ഉള്ളില് അതിന് തടസ്സങ്ങളുണ്ട്, സത്യസന്ധത ഉള്ള വിധത്തിൽ നമ്മളിൽ നിന്ന് ഒരു തേട്ടം ഉണ്ടാവുന്നില്ല എങ്കിൽ അത് അവിടെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നതിനുള്ള തടസ്സമായിട്ട് രൂപപ്പെടും. എത്ര തന്നെ ബുദ്ധിപരമായിട്ടോ യുക്തിപരമായിട്ടോ ദൈക്ഷണികമായിട്ടോ ഒക്കെ നമ്മുടെ മുന്നിൽ പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണെങ്കിലും നമുക്കത് സ്വീകാര്യമായി മാറുകയില്ല. കാരണം മനസ്സിൽ ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഫിലോസഫിയിൽ ഇങ്ങനെ ഒരു സംഗതിയെ ഫിലോസോഫിക്കൽ ബ്ലൈൻഡ്നെസ് എന്നാണ് പറയാറുള്ളത്. ഈ വിശ്വാസപരമായ സത്യാന്വേഷണ പ്രക്രിയയിലോ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ സത്യസന്ധതയോടുകൂടി വിഷയങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവര് യുക്തിതലവും ഭൗതിക തലവും ദാർശനിക തലവും അതുപോലെ യുക്തിബോധ തലവും ഒക്കെ ഉൾക്കൊള്ളും. അയാൾക്ക് വേഗം കാര്യം മനസ്സിലാവും, അയാൾ അത് സ്വീകരിക്കാൻ കൂട്ടാക്കും. എന്നാൽ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിപരമായ ഒരു ഉടക്കി നിൽക്കലുണ്ടെങ്കിൽ അത് സത്യസന്ധത ഇല്ലായ്കയാവാം, അതുപോലെ ആത്മാർത്ഥതയിൽ സംശയിക്കേണ്ടി വരുന്ന ചില എലിമെന്റ്സ് ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ ചിലപ്പോ ഒരുവിധം ലോകം മുഴുവനും ഒരു കാര്യം ഉൾക്കൊള്ളുകയാണെങ്കിൽ പോലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വരും. അത് ഇങ്ങനെയുള്ള ഒരു ഫിലോസോഫിക്കൽ ബ്ലൈൻഡ്നെസ് കാരണമായിട്ടാണ്. ഇത് ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ തഖ്വ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയും. ഇത് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഒരു നിരീക്ഷണം നടത്തിയതാണ്. ഞാൻ ആ നിരീക്ഷണത്തെ ആ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്ന് അല്പം വിശദമാക്കി എന്നേ ഉള്ളൂ. മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ ഭൗതിക നേട്ടങ്ങൾ, ഉദാഹരണത്തിന് ഹൂറികൾ, മദ്യം, രുചികരമായ ഭക്ഷണം, ഇതൊക്കെ ഉൾപ്പെടെ അല്ലേ അള്ളാഹു സ്വർഗത്തിൽ പോലും നൽകും എന്ന് പറയുന്നത് എന്നാണ്. ഇതൊക്കെയും ഉണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട വിധത്തിലുള്ള മനുഷ്യന് ആകർഷകമായ സംഗതികൾ, അവർക്ക് ഏറ്റവും ഇഷ്ടം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പാനീയങ്ങളും ഭക്ഷ്യവിഭവങ്ങളും, അതുപോലെ അവരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള കൂട്ടാളികൾ, അത് ആണിന് പെണ്ണും പെണ്ണിന് ആണും ഒക്കെ ആയിട്ട് അള്ളാഹു നൽകുന്ന കൂട്ടാളികൾ. അതിന്റെ ഒരു തലം ഖുർആന്റെ ഒരു ശൈലി അനുസരിച്ച് അത് ഒരു മെയിൽ കമ്മ്യൂണിറ്റിയോട് കൂടുതലായിട്ട് അഭിസംബോധന ചെയ്യുന്ന കിതാബാണ്. അതാണ് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി. അതിനെ അപവാദമായിട്ട് ഫെമിനിസ്റ്റ് സേർച്ചിന്റെ കുറഞ്ഞ ദശകങ്ങളെ ഉണ്ടാവുള്ളൂ. ഭാഷ അതിൽ നിലനിൽക്കൂല. ഭാഷ വീണ്ടും ആ മെയിൽ ഓറിയന്റഡ് ആയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. എല്ലായിടത്തും പെണ്ണിനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് സാധ്യമായ ഒരു സംഗതിയല്ല. പൊതുവായിട്ട് മനുഷ്യ സമൂഹത്തെ ഉദ്ദേശിക്കുമ്പോൾ ആണിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രീതിയാണ് എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യന് പരിചയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെയും ഖുർആൻ ആണിനെ അഭിസംബോധന ചെയ്ത് പറയുന്ന ഒരു ശൈലിയാണുള്ളത്. അത് പെണ്ണിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടാകും എന്നത് അണ്ടർസ്റ്റുഡ് ആണ്. ഇതിൽ നിന്നല്ല,
എല്ലാ കാര്യത്തിലും ഉണ്ടത്. പെണ്ണിന് മാത്രമായി സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരുമ്പോൾ മാത്രമാണ് ആ കാര്യങ്ങൾ ഖുർആൻ പറയുന്നത് എന്നും കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഭൗതികമായ വിഭവങ്ങളും ഭൗതിക താല്പര്യങ്ങളുടെ പൂർത്തീകരണവും ഒക്കെയല്ലേ ഖുർആൻ സ്വർഗത്തില് വിശ്വാസികൾക്കായിട്ട് ഓഫർ ചെയ്യുന്നത് എന്നതെന്തോ ഒരു കുറച്ചിലായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത് മനുഷ്യന് ആവശ്യമുണ്ടാവുന്ന ഘട്ടത്തിൽ ഒരു കുറച്ചിലും അനുഭവപ്പെടില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഇതിനേക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിനെ കാണാൻ സാധിക്കുന്നു, അവനിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഭൗതിക ജീവിത സുഖാനന്ദങ്ങൾ എന്ത റബ്ബിഹിം എന്നതാണ് ഖുർആൻ പലയിടത്തും സൂചിപ്പിക്കുന്ന കാര്യം. തങ്ങളുടെ റബ്ബിന്റെ അടുക്കലായിട്ട്, തങ്ങളുടെ റബ്ബിന്റെ അടുക്കലാവുക എന്നതാണ് അതിലേറ്റവും പരമോന്നതമായ ആനന്ദം. അതിനോടൊപ്പം ഉള്ള കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ. ഈ പറയപ്പെട്ടതൊന്നും വില കുറഞ്ഞതായിട്ട് നിങ്ങൾക്കോ എനിക്കോ തോന്നുകയില്ല. അത് ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കേണുകൊണ്ടിരിക്കുകയും നമ്മുടെ വ്യക്തിത്വം തന്നെ ഒരുപാട് താഴോട്ട് ഇടിഞ്ഞു വന്ന് നമ്മൾ അതിനു വേണ്ടി യാചിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ദാഹിച്ചു വലഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഔചിത്യബോധമൊന്നും ഉണ്ടാവില്ല. അയാൾ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി കൈനീട്ടി യാചിക്കും. ഭക്ഷ്യവിഭവങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു പങ്കാളി ജീവിതത്തിൽ വേണം എന്നതാണെങ്കിൽ മനുഷ്യൻ കരഞ്ഞ് വിതുമ്പിക്കൊണ്ടൊക്കെ അതിനു വേണ്ടി തേടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അത് മനുഷ്യന്റെ ആവശ്യം പോലെയാണ്. അപ്പോ ഇത് മോശമായ എന്തോ സംഗതിയൊന്നുമല്ല. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ വിധത്തിലൊക്കെയാണ് എന്നതിനാൽ തന്നെ ഇതൊക്കെയും മനുഷ്യന് ആവശ്യമാണ്. അവ നിഷേധിക്കപ്പെടുമ്പോ മനുഷ്യൻ അതിനു വേണ്ടിയുള്ള കൊതിയും ആഗ്രഹവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭൗതിക ജീവിത വിഭവങ്ങളും സാധ്യതകളും അള്ളാഹു സ്വർഗത്തിൽ നൽകും എന്ന് പറയുന്നത് എന്തോ ഒരു കുറവായിട്ടൊന്നും കാണേണ്ട യാതൊരു കാര്യമില്ല. അത് ആവശ്യമുള്ളവർക്ക് വളരെ വളരെ വേണ്ടപ്പെട്ടത് തന്നെ ആയിരിക്കും. അതുകൂടാതെ സ്രഷ്ടാവായ റബ്ബിനെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സായുജ്യമായി മാറുന്ന കാര്യം എന്നതും വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകളിൽ പെട്ടതാണ്. അപ്പൊ അതില് വിശേഷിച്ച് അങ്ങനെ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാത്രം പറയുകയാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഇസ്ലാം ഉൾക്കൊള്ളുക എന്നാൽ അതിന്റെ പ്രായോഗികമായ അർത്ഥം മുഹമ്മദ് നബിയുടെ നേതൃത്വം അംഗീകരിക്കുക എന്നതാണ്. ഖുറൈശികൾ ദൈവമായി കരുതിയിരുന്ന അള്ളാഹു മുഹമ്മദ് നബിയുടെ നേതൃത്വം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നില്ലേ എന്നതാണ് ഒരു ചോദ്യം. ഈ ചോദ്യം ഉന്നയിച്ച ആളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കയറി കൂടിയിരിക്കുന്ന ഒരു ലോഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നോഷനാണത്. അതിനോട് ഞാൻ പലതവണ പ്രതികരിച്ചതാണ്. വീണ്ടും പ്രതികരിക്കുന്നില്ല. അത് നിങ്ങളുടെ യുക്തം പോലെ നിങ്ങൾ തീരുമാനിച്ചോളൂ. കാര്യങ്ങളുടെ വസ്തുതകൾ വിശദീകരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ. ഇനി അതിൽ അള്ളാഹുവിന്റെ താല്പര്യം എന്തായിരുന്നു, മുഹമ്മദിന്റെ താല്പര്യം എന്തായിരുന്നു, അവരതിലൂടെ എന്ത് നേടി തുടങ്ങിയിട്ടുള്ളതൊക്കെ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട വിഷയമാണ്. ഞാനത് വിടുകയാണ്. മറ്റൊരു ചോദ്യം, മനുഷ്യർ ലോഹം നേരെ ഉപയോഗിക്കുന്നത് കുറവാണ്. അതിന്റെ ധാതുക്കൾ കുഴിച്ചെടുത്ത് സംസ്കരിച്ച് മറ്റു ലോഹങ്ങൾ കൂട്ടിച്ചേർത്ത് ഉരുക്കി ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ അള്ളാഹു തന്നതല്ല. സ്രഷ്ടാവ് ഇവിടെ മനുഷ്യനാണ്. പ്രപഞ്ചം എന്ന ജഗതീശ്വരന്റെ ഭാഗമായ മനുഷ്യരൂപിയായ ഈശ്വരനാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ലോഹങ്ങള് അള്ളാഹു ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മനുഷ്യൻ അത് കണ്ടെത്തുന്നു. എന്നിട്ട് അവയെ ഉരുക്കി വേണമെങ്കിൽ വേറെയും ലോഹങ്ങളുമായി കൂട്ടിച്ചേർത്ത് കൂടുതൽ ശക്തിയും കരുത്തും ഒക്കെ ഉള്ളതാക്കി മാറ്റി കൂടുതൽ കാലിബ്രേറ്റ് ചെയ്ത് അവൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് അള്ളാഹു ഉണ്ടാക്കി തന്നതല്ല, മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. മനുഷ്യനും സ്രഷ്ടാവാണ്. ജഗതീശ്വരനോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാണ് മനുഷ്യൻ എന്നാണ് ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോ മനുഷ്യനും ഈശ്വരൻ തന്നെയാണ്, പൂജിക്കപ്പെടേണ്ടവനാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇതിനെ തുടർന്നുള്ള വാദം. ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നിരാശ്രയനായ സ്രഷ്ടാവാണ്.
അവൻ ആരെയും ആശ്രയിച്ചുകൊണ്ടല്ല ഒന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ പരാശ്രയനായ സൃഷ്ടികർമ്മ സാധ്യത ചെറുതായിട്ട് നൽകപ്പെട്ട ഒരു ജീവിയാണ്. അതിന് പറ്റുന്ന വിധത്തിൽ അവന്റെ കൈകളെയും മസ്തിഷ്കത്തെയും നട്ടെല്ലിനെയും അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അവന്റെ മനസ്സിൽ ആശയങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊന്നും മനുഷ്യന് യാതൊരു പങ്കുമില്ല. പ്രപഞ്ചത്തില് മനുഷ്യന് ആവശ്യമായ സകല റോ മെറ്റീരിയൽസും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയത്തെ പിന്തുടർന്ന് അവന്റെ കൈകളുടെ, നട്ടെല്ലിന്റെ, ബ്രെയിനിന്റെ ഒക്കെ സാധ്യത പ്രയോജനപ്പെടുത്തി മനുഷ്യൻ പലതും ഉണ്ടാക്കുന്നു. ഇത് കാരണമായി മനുഷ്യനെ സ്രഷ്ടാവ് എന്ന് വിളിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മനുഷ്യൻ ഭാഗികമായി ചെറിയ അളവിൽ സ്രഷ്ടാവൊക്കെ തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും സ്രഷ്ടാവായ അള്ളാഹുവിനെ ആശ്രയിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ദൈവതുല്യനായിട്ട് അവൻ മാറുകയില്ല. അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട്, ഇപ്പോ ഉദാഹരണത്തിന് ഒരാള് നമ്മള് ചട്ടിയോ കലമോ ഒക്കെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരാള്, അയാളൊരു സൃഷ്ടികർമ്മത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. പല രൂപങ്ങളും ഉണ്ടാക്കി അതിനെ അയാൾ ബലപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നെയ്ത്തുകാരൻ ചെയ്യുന്ന ജോലി, ഒരു കൽപ്പണിക്കാരൻ ചെയ്യുന്ന ജോലി, ഒരു ബ്ലാക്ക് സ്മിത്ത് അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് ഒക്കെ ചെയ്യുന്ന ജോലി, ഇതൊക്കെയും സൃഷ്ടിപരതയുള്ളതാണ്. ഒരു അപകടത്തില് ഈ പാത്രം ഉണ്ടാക്കുന്ന ആള് ഒരു വണ്ടി അപകടത്തിൽ പെട്ട് അയാളുടെ വലത് കൈ സ്വാധീനം ഇല്ലാണ്ടായിപ്പോയി, ഇടത് കൈ പരിമിതമായ സ്വാധീനം മാത്രം ഉള്ളതായിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ അയാൾക്ക് ആ പണിയെടുക്കാൻ കഴിയുമോ? എന്നാലോചിച്ച് നോക്കൂ. അപ്പൊ അയാളുടെ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇനി അതേ വൈദഗ്ധ്യമുള്ള ഒരു പാത്ര നിർമ്മാതാവ് ഒരു സുപ്രഭാതത്തില് അയാളുടെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടവനായി മാറി. അയാളുടെ മനസ്സ് നോർമലായിട്ട് പ്രവർത്തിക്കുന്നില്ല. കളിമണ്ണ് ഉരുട്ടി രൂപം ഉണ്ടാക്കുന്നതിനൊന്നും പഴയ പോലെ അയാൾക്ക് ശ്രദ്ധ ഇല്ല, പറ്റുന്നില്ല. അയാള് കുറെ മണ്ണ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിയുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പാത്രം നിർമ്മിക്കാൻ കഴിയും? അയാളുടെ മനസ്സിന്റെ പ്രവർത്തനം ഫലപ്രദമാവാത്തത് കൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെടും. അപ്പോ അയാളുടെ മനസ്സിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരുന്നത് ആരാണ്? അള്ളാഹു അല്ലേ? ആ അള്ളാഹുവിനെ ആശ്രയിച്ചായിരുന്നു അയാളുടെ സൃഷ്ടിപരത എന്നത് മനസ്സിലാക്കാൻ അത് മാത്രം പോരെ. ഇതുപോലെയാണ് മറ്റേത് മേഖലയിലും വൈദഗ്ധ്യം കാണിക്കുന്ന ആളുകളും. അവരൊക്കെ തന്നെ അള്ളാഹു അവർക്ക് താൽക്കാലികമായിട്ട് നൽകിയിരിക്കുന്ന കഴിവുകളെ പ്രയോജനപ്പെടുത്തിയിട്ട് പലതും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരുവനെ അല്ല നമ്മള് സ്രഷ്ടാവ് എന്ന് പറയാം. ഒരാളെയും ആശ്രയിക്കാതെ തന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിർമ്മിക്കുന്നവനാണ് സ്രഷ്ടാവായ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ട റോ മെറ്റീരിയൽസ് അവൻ തന്നെ ഉണ്ടാക്കിയതായിരിക്കും, അവൻ തന്നെ കണ്ടെത്തുന്നതാകും. അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അവൻ നേരത്തെ തയ്യാറാക്കുന്നുണ്ട്, അവന്റെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ അവന്റെ ആശയ ലോകത്ത് നിന്നുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ആശയം പോലും മറ്റൊരാളുടേതല്ല, അതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് മറ്റൊരാളുടേതല്ല, അതിന്റെ ഒരു രൂപകൽപ്പന മറ്റൊരാൾ നിർവഹിക്കുന്നതല്ല. ഒരു കാര്യത്തിലും സൃഷ്ടികർമ്മത്തിന് അവൻ മറ്റൊരാളെ ആശ്രയിക്കുന്നില്ല. അങ്ങനെയുള്ള നിരാശ്രയത്വം ഉള്ളവനാണ് ദൈവം. അവനാണ് ഈശ്വരൻ, അവനാണ് പൂജിക്കപ്പെടേണ്ടത്. മറ്റുള്ളത് താൽക്കാലികമായി അള്ളാഹു നൽകിയ കഴിവുകളും സാധ്യതകളും അവസരങ്ങളും ഒക്കെ കൊണ്ട് പലതും ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. കാര്യം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ഒരു മനുഷ്യൻ ജനങ്ങളെ പിന്നിൽ അണിനിരത്തി നേതൃത്വം കൈയാളാൻ ശ്രമിച്ചതായാണ് യുക്തി അനുസരിച്ച് കാണുന്നത്. ഇത് ചോദ്യം ഉന്നയിച്ച ആളുടെ മാത്രം ഒരു യുക്തിയാണ്. അയാൾ നിരന്തരമായി ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു തൃപ്തി വരുന്ന ഒരു മറുപടി കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഇത് അയാളുടെ മാത്രം ഒരു യുക്തിയാണ്. അതിന് പരിഹാരം അയാൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അയാൾക്ക് അത് ബോധ്യപ്പെടാനുള്ള ചില സാക്ഷ്യങ്ങളോ ചില പ്രതിഭാസങ്ങളോ ഒക്കെ കാണാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചോദ്യം വിടുകയാണ്. മറ്റൊന്ന്, മനുഷ്യരെ നിർബന്ധിച്ച് മതം സ്വീകരിപ്പിക്കുകയും പിന്നീട് അവരുടെ
പുതിയ തലമുറയെ വളരെ വളരെ ചെറുപ്പത്തിലുള്ള മതവിദ്യാഭ്യാസത്തിലൂടെ അടിമകളാക്കുക, ഇതാണ് ഈ മതത്തിന്റെ രീതി എന്നാണ്. മനുഷ്യനെ നിർബന്ധിച്ച് മതം സ്വീകരിപ്പിക്കുക എന്നത് ഇസ്ലാം ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല, ഒരിക്കലും ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ ആ സംഗതി റൂൾ ഔട്ട് ചെയ്യുക. അത് പലപ്പോഴും ഞാൻ വിശദീകരിച്ചു തന്നിട്ടുള്ളതാണ്. ഖുർആന്റെ ആയാത്തുകൾ തന്നെ അതിന് പിൻബലമായിട്ടുമുണ്ട്. പുതിയ തലമുറയെ വളരെ ചെറുപ്പത്തിലുള്ള മതവിദ്യാഭ്യാസത്തിലൂടെ അടിമകളാക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഈ ചോദ്യം ഉന്നയിച്ച ആളുകൾ പോലും, അല്ലെങ്കിൽ ഈ ആളും അയാളെ പോലെയുള്ള ആളുകൾ പോലും അവരുടെ കുടുംബങ്ങളിലെ സ്വന്തം മക്കളോ മറ്റോ ചെറിയ കുട്ടികളായിട്ട് വളരുന്ന പ്രായത്തില് അവര് 2-3 വയസ്സാകുമ്പോഴോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ മറുപടി നൽകുന്നുണ്ട്. അത് നിങ്ങൾ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസമാണ്, അല്ലെ? നിങ്ങളുടെ ജീവിത വീക്ഷണ പ്രകാരമാണ് നിങ്ങൾ അവരെ രൂപപ്പെടുത്തുന്നത്. അവരെ നിങ്ങൾ അടിമകളാക്കിയായിരുന്നു. ചിന്താശൂന്യത ഉള്ള, ചിന്ത സാധ്യമല്ലാത്ത വിധത്തിലുള്ള അടിമകളാക്കി നിങ്ങൾ അവരെ മാറ്റുകയാണോ ചെയ്യുന്നത്? അതോ നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? മദ്രസ സംവിധാനത്തില്, മതവിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആൻഡ് ഇലാബറേറ്റ് ആയ ഒരു ഫോമാണ് എന്നേ ഉള്ളൂ. വളരുന്ന കുട്ടികള് അവരുടെ 100,000 ചോദ്യങ്ങളുമായിട്ടാണ് ഉണ്ടാവുക. അതിന് ഉത്തരം നൽകുക എന്ന പ്രക്രിയക്കാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അന്യൂനമായ വിധത്തിലുള്ള ഉത്തരങ്ങൾ നൽകുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. നിങ്ങള് ദൈവവിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ വികലമായ ദൈവവിശ്വാസമുള്ള ആളാണെങ്കിൽ ആ നിലക്ക് കുട്ടികൾക്ക് നൽകുന്ന ഉത്തരങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഉത്തരങ്ങളാണ് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തില്, ഇസ്ലാമിക വിദ്യാഭ്യാസത്തില് ലഭിക്കുന്നത്. ഇനി അതുകൊണ്ട് ആരും അടിമയാവും? നിങ്ങളെ മക്കൾ നിങ്ങളുടെ അടിമയാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവരെ ചെറിയ പ്രായത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാൻ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ. അതില്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ അവരുന്നയിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഉത്തരങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക ദിശയിൽ അവരെ സഞ്ചരിക്കാൻ പരിശീലിപ്പിക്കലാണ്. പക്ഷെ അതുകൊണ്ട് അവർ നിങ്ങളുടെ അടിമകളാവും? കുറച്ചു കഴിഞ്ഞാൽ അവർ മുതിർന്ന ആളുകളായി വന്ന് കണ്ണും കാതും ഒക്കെ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോ അവര് നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കും. അതല്ലെങ്കിൽ അവര് നിങ്ങളെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങളെ തിരുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക്, അവരുടേതായ സ്വന്തം വഴി വെട്ടിത്തെളിയിക്കുന്നതിലേക്കൊക്കെ അവർ നീങ്ങും. ഇതാണ് സംഭവിക്കുക. അപ്പൊ ഇത് മനുഷ്യന് ബോധം ഉദിക്കുന്നത് വരെയുള്ള ഒരു കാലത്തേക്ക് മാത്രമുള്ളതാണ് ഏത് വിദ്യാഭ്യാസ പ്രക്രിയയും. ബോധം ഉദിക്കുന്നതോടുകൂടി മനുഷ്യൻ പിന്നീട് സ്വന്തം മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോവുക. മതവിദ്യാഭ്യാസം ചിലർക്ക് പിൽക്കാലത്തേക്കും ഉപകരിക്കും, വേറെ ചിലര് പാതി വഴിയിൽ അത് ഉപേക്ഷിക്കും. അച്ഛന്റെ അടുക്കൽ നിന്ന് പകർന്നു കിട്ടിയ വിദ്യാഭ്യാസം പോലെ തന്നെയാണ് അതും. അതുകൊണ്ട് നിങ്ങള് മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ വിദ്യാഭ്യാസിപ്പിക്കുകയോ ചെയ്യുന്ന പ്രക്രിയ അവസാനിപ്പിക്കുകയാണോ? ചെറിയ പ്രായത്തില് ഒരു 3-4 വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുട്ടികൾക്ക് മലമൂത്ര വിസർജനം ചെയ്ത് അതൊന്ന് വൃത്തിയാക്കാൻ പോലും അറിയലുണ്ടാവില്ലല്ലോ. അത് പഠിപ്പിക്കപ്പെടുകയല്ലേ. അതൊന്നും ചെയ്യണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതുപോലെ എല്ലാ കാര്യങ്ങളും. എന്താണ് നിങ്ങൾ പറയുന്നതിന്റെ യുക്തി മനസ്സിലാവണില്ല. മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യം മാത്രമാണോ പ്രശ്നം? നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെയും വിദ്യാഭ്യാസമല്ലേ? അതൊക്കെയും അത് കുട്ടികളെ അടിമകളാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണോ? അതുകൊണ്ട് അവർ അടിമകളാവുമോ? കാലം കഴിഞ്ഞാൽ അവർ അതിലൊക്കെ മാറ്റം വരുത്തൂലേ? അവർക്ക് ബോധം ഉണ്ടാവുമ്പോ. അപ്പൊ അവര് ശരി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. അബദ്ധം കയറി കൂടിയത് കൈയൊഴിയാനും ശ്രമിക്കും ചിലര് വളരെ അന്ധമായിട്ട് അതിൽ തന്നെ അങ്ങനെ ക്ലിങ് ഓൺ ചെയ്ത് പോവുകയും ചെയ്യും. ഇതല്ലേ സംഭവിക്കുന്നത്. അത് എന്ത് പഠിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ. അതില് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിത ദർശനവും ഇസ്ലാമും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിലേക്ക് മടങ്ങിയെത്തേണ്ടി വരും. എന്നിട്ട് തീരുമാനം എടുക്കേണ്ടി വരികയാണ് ചെയ്യുക. അപ്പോ ഇതൊക്കെ നിങ്ങളുടെ കേവലമായ ഒരു എന്താ പറയുക, ഒരു കുതർക്കങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോന്ന് പറയുന്ന ഒരു കാര്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. മറ്റൊന്ന്, കോസ്മോളജിക്കൽ കോൺട്രഡിക്ഷൻ ഖുർആനിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലയിടങ്ങളില് 2 ദിവസമെന്നോ അല്ലെങ്കിൽ 4 ദിവസമെന്നോ ഒക്കെ പറയുന്ന സൃഷ്ടിപ്പിന്റെ പ്രക്രിയ, അതുപോലെ
ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചു എന്നും പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, പിന്നീട് ആകാശത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നു എന്നത് ഇത് വൈരുദ്ധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വിശദീകരണം ഞാൻ നേരത്തെ സൂറത്തുൽ ഫുസ്സിലത്തിന്റെ തുടക്കത്തില് 9-10 ആയത്തുകൾ വിശദീകരിച്ചപ്പോ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് സമയഘട്ടങ്ങളെയോ അതിന്റെ സീക്വൻഷ്യൽ ഓർഡറിനെയോ സൂചിപ്പിക്കുന്ന പ്രയോഗമല്ല. ഖുർആനില് ഇങ്ങനെയുള്ള സുമ്മ എന്ന പ്രയോഗം അതേപോലെ തന്നെ എന്ന അർത്ഥത്തില് പലതവണ ഉപയോഗിച്ചത് കാണാൻ കഴിയും. ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് എന്ന അർത്ഥത്തിൽ അല്ല. അങ്ങനെ മനസ്സിലാക്കുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ട് താൻ. അപ്പൊ അത് വിശുദ്ധ ഖുർആന്റെ ഭാഷയും ശൈലിയും നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള ഒരു പരിമിതിയോ അല്ലെങ്കിൽ പരാജയമോ ഒക്കെ ആയിട്ട് കാണാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൽ വേറെ വൈരുദ്ധ്യമൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. മറ്റൊന്ന്, കുൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് നടക്കുകയില്ല എന്ന് സമ്മതിക്കണം. അല്ലെങ്കിൽ കുൻ എന്ന ഒറ്റ വാക്കിലുള്ള ഉത്തരം കേട്ടാൽ ഒരു സംഗതിയെ പൂർണ്ണമായ വിശദാംശങ്ങൾ സഹിതം നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ഒരു ശക്തി, ഒരു പങ്കുകാരൻ അവിടെ ഉണ്ടാവണം. വളരെ വിചിത്രമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തുന്നത്. കുൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ പറഞ്ഞ വിധത്തിൽ ഉടനെ അതുണ്ടാവണം. പല ഘട്ടങ്ങളിലൂടെയായി സമയമെടുത്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് നടപ്പിലാക്കുന്നവനായ മറ്റൊരു ദൈവം, മറ്റൊരു സ്രഷ്ടാവ് അവിടെ ഉണ്ടാകണം എന്നാണ് ഇയാൾ പറയുന്നത്. ഇത് നിങ്ങൾ ഈ മശീഅത്തും കുൻ എന്ന കാര്യവും മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം രൂപപ്പെട്ടു വന്നൊരു ചോദ്യമാണ്. അള്ളാഹു ഒരു സംഗതി ഉണ്ടാകണം എന്ന് വെച്ചാൽ അതിന്റെ രൂപം മാത്രമല്ലല്ലോ അവന്റെ പദ്ധതിയായിട്ടുണ്ടാവുക. എപ്പോ ഉണ്ടാവണം, എത്ര സമയം എടുത്തുകൊണ്ട് ഉണ്ടാവണം, അതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എത്ര വേണം, എന്ത് രൂപത്തിലായിരിക്കണം, എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവണം, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ള വിധത്തിലാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും അത് ദൈവം ഉദ്ദേശിക്കണമല്ലോ. ഇതെല്ലാം ചേരുമ്പോഴാണ് അതിന് മശീഅത്ത് എന്ന് പറയാം, അള്ളാഹുവിന്റെ ഇച്ഛ എന്ന് പറയുന്നത്. ഈ ഇച്ഛ അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ആ വിധത്തിലാണ് നടപ്പിലാകുക. ഉടനെ അങ്ങ് ഉണ്ടാവേണ്ട കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതല്ല സമയമെടുത്തുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ടുണ്ടാവേണ്ടതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് അല്ലെ? മനുഷ്യൻ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നത്, ആ പ്രക്രിയ, അതിന്റെ തുടർന്നുള്ള ഘട്ടങ്ങൾ, ഇതൊക്കെ കടന്നു വന്നുകൊണ്ട് ഒരു ശിശുവായിട്ട് പിറവിയെടുക്കണം എന്നാണ് അള്ളാഹു മശീഅത്ത് ചെയ്തിട്ടുള്ളത് എന്നതിനാൽ അതങ്ങനെയാണ് സംഭവിക്കുക. ഉടനെ ഉണ്ടായാൽ ബുദ്ധിമുട്ടല്ലേ? ഈ മനുഷ്യനല്ല, എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. അതിനുള്ള ഒരു മശീഅത്ത്, അതിന്റെ സമയവും ക്രമവും സ്വഭാവവും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മശീഅത്ത് അനുസരിച്ചാണ് അത് നടക്കുക. അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ അള്ളാഹുവിന്റെ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരാള് വേറൊരു ദൈവം ഉണ്ടാവേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ സിസ്റ്റത്തിൽ ആവശ്യമില്ല. നിങ്ങളെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം. മറ്റൊരു ചോദ്യം, വേറൊരു വഴിയുള്ളത് അള്ളാഹു എല്ലാം സ്വയം ചെയ്യുക എന്നതാണ്. ഈ സൃഷ്ടിപ്പിന്റെ പ്രക്രിയയായിട്ട് ഒന്ന് അള്ളാഹു കൺസീവ് ചെയ്തിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കാൻ വേറൊരാള് റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ഒരു മോഡൽ, അദ്ദേഹം നേരത്തെ പറഞ്ഞത്. മറ്റൊന്ന്, ഈ കൺസീവ് ചെയ്യുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അള്ളാഹു തന്നെ ആവുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് ഉടനെ നടക്കണം. അപ്പോ 10 മാസം കൊണ്ട് ഉണ്ടാവണം എന്നാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിലോ അതും ഉടനെ നടക്കണം. ഒരു ആണും പെണ്ണും കണ്ടുമുട്ടി അവർ ഇണ ചേർന്നു, ഉടനെ കുഞ്ഞ് പിറക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത്? അതിന് അള്ളാഹ് ഉദ്ദേശിച്ചത് 8-9 മാസം എടുത്തുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നടക്കണം എന്നാണ്. അതാണ് അള്ളാന്റെ പ്ലാൻ. നിങ്ങൾക്ക് മറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങനെ സൃഷ്ടിച്ച് കാണിക്കും. അപ്പോ ഈ ചോദ്യം വേണ്ട വിധത്തിൽ ആൻസേർഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു സെഷൻ കൂടി നമുക്ക് ചോദ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.